ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ എന്തൊക്കെയായിരുന്നു എന്നാണ്. അപ്പോൾ രാവിലെ തന്നെ പൂക്കളത്തിൻ്റെ പരിപാടി ഐശ്വര്യമായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നമ്മൾ തലേദിവസം കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് വാങ്ങിയത്, അതുകൊണ്ട് അങ്ങനെ നല്ല ഫ്രഷ് പൂക്കൾ കിട്ടിയില്ല. പിന്നെ കുറേ ഡാലിയൊക്കെ കിട്ടി. അപ്പം ഡാലിയ റോസൊക്കെ വെച്ചിട്ടൊരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയിട്ട് കുറച്ച് ഫ്രഷായിട്ട് പൂക്കൾ വാങ്ങിച്ചു. നമ്മൾ ചെറിയ രീതിയിലൊരു അർത്ഥമാണ് ഉദ്ദേശിച്ചത്, ഒരു പൂക്കളമാണ് ഉദ്ദേശിച്ചത്. നമ്മളെന്തായാലും ചെയ്തു വന്നപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലായി കാണാൻ. എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെയ്തത്. പിന്നെ നമ്മളിപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്രാവശ്യം ഓണസദ്യ ഉണ്ടാക്കിയിട്ടില്ല. അതിന് പകരം നല്ല ഗീ റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്കും വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. സദ്യയുടെ പരിപാടി ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കറികളൊന്നും വേറെ ഉണ്ടാക്കേണ്ടിയൊന്നും വന്നില്ല. ഈ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു കഴിച്ചത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സാധാരണ നമ്മളെല്ലാവരും ഓണത്തിന് ഉച്ചയ്ക്ക് സദ്യ ആണല്ലോ കഴിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിലിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഓണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല വെയിലും മഴയും മാറി മാറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഇരിട്ടി പാലമാണ് കേട്ടോ. ഈ പാലത്തിലൂടെയാണ് ഞങ്ങളിങ്ങനെ ഡെയിലി പോയി വരുന്നത്. അപ്പം അന്ന് ഓണമായിക്കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മേടിച്ച ഒരു ചെറിയ ഐറ്റമായിരുന്നു. അപ്പം വരുന്ന വഴിക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം നല്ല ഫുഡ് കഴിക്കും. ഇപ്പം എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് നിർത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മെയിൻ ഹൈവേ ആണ്, നമ്മുടെ കൂർഗ് കർണാടക പോകുന്നത്. അപ്പം നല്ല തിരക്കാണ്. ഓണം സെലിബ്രേഷൻ കൂടി ആയതുകൊണ്ട് തിരുവോണത്തിൻ്റെ അന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ് വഴിയിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ റൂട്ടിലോട്ടായപ്പോഴാണ് കുറച്ചൊക്കെ വണ്ടി കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നിർത്തി പതുക്കെയാണ് വന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും നല്ല വെയിലും ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തെത്തി. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ആ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ 8 നോമ്പ് നടക്കുന്ന പള്ളിയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഇത് കൂട്ടുപുഴ പാലം എന്ന് പറയും, കേരള കർണാടക ബോർഡർ. ഇതാണ് കൂട്ടുപുഴ. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ വീടെത്താനായി കേട്ടോ. ഇത് വീടെത്താനായി. അവിടെ എത്തിയപ്പോൾ ഇതാ ഓയമണ്ടൻ സദ്യയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം ഓണസദ്യ കഴിച്ചില്ല. കാരണം അവിടുന്ന് ബിരിയാണി ഗീ റൈസൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിശന്നില്ല. ഇവിടെയാണ് ഉഗ്രൻ സദ്യ ഉണ്ടായിരുന്നു. പായസം, 2 തരത്തിലുള്ള പായസം, ചോറ്, എല്ലാ കറികളും ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ കസിൻസിൻ്റെ കുറച്ച് പ്രവാസനമാണ് കേട്ടോ. കുറേ ടേക്ക് എടുത്തു. അതിന് ശേഷമാണൊന്ന് റെഡിയായി വന്നത്. കസിൻസിൻ്റെ കുറച്ച് പട്ടിഷയാണ്. എല്ലാവരും കുറേ കാലം കൂടി കണ്ടതാണ് ഒരുമിച്ചിങ്ങനെ. എന്തെങ്കിലും ഓണം സെലിബ്രേഷൻ്റെ സമയത്തും അല്ലെങ്കിൽ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനത്തെ സമയത്തൊക്കെ ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കാണാറും ഇങ്ങനെ ഒത്തുകൂടാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ആ ഒരു പ്രവർത്തനത്തിന് ശേഷം പിന്നെ മൈലാഞ്ചി ഇടുന്ന പരിപാടിയാണ്. ഇതെൻ്റെ കസിനാണ്. അവൾ എല്ലാവരുടെയും കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്ന്. പിന്നെ നേരത്തെ ചെയ്യാനിരുന്ന റീല് ഒന്നും കൂടി ഞങ്ങൾ റീടേക്ക് ചെയ്തു. ഏകദേശം ഒരുപാട് നേരങ്ങൾക്ക് ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഡാൻസ് കളിച്ചത്. ഒരുപാട് നേരത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ട്രൈ ചെയ്ത് ലാസ്റ്റ് അത്യാവശ്യം കുളമാവാത്ത രീതിയിൽ തന്നെ ഡാൻസൊക്കെ ചെയ്ത്. എല്ലാ കസിൻസും ഇല്ല, ഇതിൽ കുറച്ച് കസിൻസ് മിസ്സായിട്ടുണ്ട്. ഉള്ളവർ വെച്ച് തട്ടിക്കൂട്ടി ഒരു റീൽ എടുത്തു. എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ഞങ്ങൾ 2-3 പേര് ഇതിൽ ഫസ്റ്റ് ടൈം ഡാൻസ് ചെയ്യുന്നവരാണ് കേട്ടോ. അങ്ങനെ അത് ഒന്ന് സെറ്റാക്കി എടുത്ത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരെയും കൂട്ടി ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ വന്ന് റെസ്റ്റ് എടുത്തതല്ലേ, പിന്നെ വൈകുന്നേരം ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി. പിന്നെ രാത്രി ആയപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് സദ്യ, രാത്രി നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു.
പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.